നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ CITU-വിൻ്റെ നേതൃത്വത്തിൽ ജൂൺ 25 അവകാശ സംരക്ഷണ ദിനമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അവകാശ സംരക്ഷണ ദിനാചരണത്തിൻ്റെ ഭാഗമായി അന്നേ ദിവസം കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും മാർച്ചും നടത്തും. സർക്കാർ പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയിലെ ആയുഷിൽ ഉൾപ്പെടുത്തുക, പാരമ്പര്യ നാട്ടുവൈദ്യ കളരിമർമ്മസിദ്ധ ചികിത്സകൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കുക, ആയുർവേദ മേഖലയിലെ തൊഴിലാളികൾക്ക് വേജസ് നടപ്പിൽ വരുത്തുക തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പാരമ്പര്യ വൈദ്യന്മാർക്കും അതുപോലെ ചികിത്സിക്കുന്ന കളരികുരുക്കന്മാർക്കും ചികിത്സ ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ പീഡനം, അതുപോലെ നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്. ഇത് മാറ്റുവാൻ ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഭരണാധികാരികളെ കണ്ട് ഞങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യമായി പഠിക്കുവാൻ കേരള സർക്കാർ 1 കോടി രൂപ നമുക്ക് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൽ ചില സാങ്കേതിക വിഷമതകളുണ്ട്. ആയുർവേദത്തിൽ ഈ പരമ്പരാഗത വൈദ്യത്തെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ അർഹതയുള്ള മുഴുവൻ പാരമ്പര്യ കളരി ഗുരുക്കന്മാർക്കും ന്യായമായ കാര്യങ്ങൾക്കൊക്കെ തന്നെ ചികിത്സിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രധാന ആവശ്യം. മറ്റൊന്ന്, ആയുഷിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രജിസ്ട്രേഷൻ അനുവദിക്കുക എന്നതാണ് രണ്ടാമത്തെ മുദ്രാവാക്യം. അതുപോലെ തന്നെ മൂന്നാമത്തെ മുദ്രാവാക്യം, ആയുർവേദ മേഖലയിൽ പഞ്ചകർമ്മ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലിയെടുത്ത് ജീവിക്കുന്നുണ്ട്. അവർക്ക് വേജസ് കൃത്യമായ തോതിൽ കേരളത്തിൽ പോലും നടപ്പിലാക്കി വരുന്നില്ല. അവരുടെ വേജസ് നടപ്പിലാക്കണമെന്നാണ് പ്രധാനപ്പെട്ടൊരു ആവശ്യം നമ്മൾ ഉന്നയിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി M രാമചന്ദ്രൻ ഗുരുക്കൾ, ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ, രഞ്ജിത്ത് വൈദ്യർ, TV സുരേഷ് ഗുരുക്കൾ, T രാജേഷ് ഗുരുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.